നമുക്ക് നോമ്പാകുമ്പോൾ ചിലപ്പോൾ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കുണ്ടാവും അല്ലേ, വേറെ വേറെ കുറേ തിരക്കുകളുണ്ടാവും. പക്ഷെ അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഇത്രയും സുന്ദരമായ ദിവസങ്ങൾ ഇനി വരാനില്ല എന്നുള്ളൊരു ബോധം പ്രിയപ്പെട്ടവർ നമുക്ക് വേണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായിട്ട് നിങ്ങൾ തൗബ ചെയ്യണമെന്ന്. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ നിഷ്കളങ്കാവണം. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്ത തെറ്റുകൾ പ്രാർത്ഥിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വേഗതയിലാണ് പ്രാർത്ഥിക്കുക. ഈ റമളാനിൽ നമ്മളെ തെറ്റുകളെ ഓർത്ത് പറയാൻ പറ്റുന്ന സമയമാണ്. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് കുറേ കാര്യങ്ങൾ സ്പോട്ടിൽ ഇങ്ങനെ എന്താ പറയുക ഒറ്റയടിക്ക് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും അള്ളാഹിനോട് പറയാമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സമയമെടുത്ത് പറയാൻ പറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്കൊരു വിഷമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ സംഗതികളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ പറയും, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയെങ്കിൽ എൻ്റെ ഉമ്മാനെക്കുറിച്ച് ആരെങ്കിലും പറയുകയോ ആ ഫോട്ടോ കാണുകയോ ചെയ്യുമ്പോൾ എത്ര മുമ്പ് മരണപ്പെട്ടു പോയതാണെങ്കിലും എൻ്റെ ഉമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. ആ ഓടി വരുമ്പോൾ എൻ്റെ കണ്ണ് നനയുകയും ഞാൻ പിന്നെ ഉമ്മ എനിക്ക് നൽകി തന്നിട്ടുള്ള കുറേ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരിക. ഉമ്മ എനിക്ക് വെള്ളം ഉണ്ടാക്കി തന്നതും ഇസ്തിരിട്ട് തന്നിട്ടുണ്ടാവും, ഉമ്മ പോകുമ്പോൾ സുഖല്ലേ എന്ന് ചോദിച്ചതുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉമ്മ എന്ന് പറയുന്ന ഒരൊറ്റൊരു പേര് കൊണ്ടോ ഫോട്ടോ കൊണ്ടോ എൻ്റെ മനസ്സിൽ പിന്നെ ആ കുറച്ച് നേരം ഫുള്ള് ഉമ്മ ഇരിക്കും. ഇതേപോലെ ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് ഫീലോട് കൂടിയിട്ട് അള്ളാഹിനോട് പറയാൻ പറ്റുമ്പോൾ ഞാൻ എത്ര നേരമാണോ ഇരിക്കുന്നത്, അത് 5, 10, 20 മിനിറ്റ് ആ സമയം മുഴുവൻ എൻ്റെ തെറ്റിനെ കുറിച്ചുള്ള ബോധമായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക. അതാണ് ആ സമയത്ത് പറയുന്ന തൗബ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഫീലുള്ള തൗബായിരിക്കും. പഠിച്ചോനെ പൊരുത്തപ്പെട്ടെന്നെ എന്ന് പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് വാക്ക് പറയാതെ വിങ്ങി വിങ്ങി പറയുന്ന ഒരു മനസ്സുണ്ടാവും നമുക്ക്. ചിലപ്പോൾ പൂർത്തിയാവില്ല. നമ്മൾ കരയുന്ന ഒരു മനുഷ്യന് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ പൂർത്തിയാവില്ലല്ലോ. ചില ആൾക്കാരല്ലേ ഇമാമിങ്ങളൊക്കെ ഓത്ത് കണ്ടില്ല നമ്മളല്ലേ, അത് മനസ്സിൽ ഓതുന്ന സമയത്ത് ഇങ്ങളല്ലേ ഇമാമിങ്ങൾ കരയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഇങ്ങനെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് കരയാന്നാ. അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ കരച്ചിൽ വരുമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വാക്കോ ഒരു ചിന്തയോ മനസ്സിലവിടെ കോറിപ്പോയിണ്ടാവും. നമ്മളിപ്പോൾ ഖിയാമ വായിക്കുകയാണെങ്കിൽ ആ ഖിയാമ ഇങ്ങനെ വായിക്കുമ്പോൾ കല്ലാ ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, ആ ഒറ്റ പോയിന്റേക്കും അങ്ങനെ ഓതിപ്പോണ്ടാവും ആയത്ത് ഫുള്ള്. പക്ഷേ ഇപ്പോഴും കരച്ചിലിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒറ്റ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിനായിരിക്കും, അല്ലാതെ എല്ലാ ആയത്തിലും ചിലപ്പോൾ കരഞ്ഞോളണമെന്നില്ല. ഇതേപോലെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ നമ്മുടെ 5 മിനിറ്റ് ഇരുന്ന് ഒരൊറ്റ പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ നമ്മുടെ കണ്ണ് നനയും. കാരണം എന്താ പറയുക, ആ തെറ്റ് വല്ലാണ്ട് വലിയ തെറ്റാണ് എനിക്ക് ബോധമുണ്ട്. പിങ്കപ്പിളൂർ നമ്മൾ ഖുത്ബ പറയുന്ന ഒരു സ്ഥലത്ത് ആ ആളുടെ വിവാഹവേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആഗ്രഹിക്കാത്തൊരു കാര്യം വിവാഹവേളയിൽ നടന്നു. വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തെറ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുക. 2-3 ആൾക്കാരിങ്ങനെ പറഞ്ഞു ഇന്ന കാര്യം ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥാനമൊക്കെ ഒന്ന് മാറ്റിയാണ്, എനിക്ക് അള്ള പൊരുത്തപ്പെട്ടു വരും. ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ നിരന്തരം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഒരു തെറ്റ് വലിയ തെറ്റൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ ഇപ്പം എന്താണ് അന്നത്തെ ഒരു കാലത്ത് തെറ്റാണോ ചില കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ ചില ആളുകൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ളൊരു തെറ്റ് പോലും ഉള്ളിലിങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ അതിന് അള്ളാഹിനോട് ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴല്ലോ അത് വല്ലാത്തൊരു ഫീലായിരിക്കും. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞേ അല്ലയോ കല്ലേ നിനക്ക് പരലോകമുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് പറയാനുള്ള കാരണം, ഉമർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു ഉമറുണ്ട്. ആ ഉമർ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഉമർ ബിൻ ഖത്താബ് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വലിയ തെറ്റുകളൊന്നും ഉമർ ബിൻ ഖത്താബ് അള്ളാഹുവിൻ്റെ പേരിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന് മുമ്പത്തെ കാലം ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പൊരുത്തപ്പെട്ടു കൊടുത്താണ്, സ്വർഗം വാഗ്ദാനം നൽകപ്പെട്ടാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പൊരുത്തപ്പെട്ടു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു വേവലാതി അത് ഉള്ളിലിങ്ങനെ കുടുങ്ങിക്കിടക്കുമുണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളിൻ്റെ പ്രശ്നം ഉണ്ടാവും, നമ്മൾ ചെയ്തിട്ടുള്ള വലിയ തെറ്റുകളുണ്ടാവും, ഒഴിവാക്കിയുള്ള നിസ്കാരങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മൾ കാരണം മുറിഞ്ഞു പോയിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും. ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റുകളെ വീണ്ടും വീണ്ടും ഓർത്ത് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പറയാൻ പറ്റുന്ന സുന്ദരമായ ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ അഹ്ലൻ റമളാൻ എന്ന് പറയുന്ന അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ആ റമളാൻ മാസത്തിൽ വരാനുള്ളത് എന്നുള്ളൊരു ചിന്ത നമുക്ക് നമ്മുടെ കണ്ണുകൾ നനയണം. ഒരാളെ വിഷമം കേട്ട് നമ്മൾ കരയാറുണ്ട്. ചില ആൾക്കാരൊക്കെ സീരിയൽ കണ്ടിട്ട് കരയാറുണ്ട്. മറ്റൊരാൾക്ക് അപകടം പറ്റുമ്പോൾ കരയാറുണ്ട്. എന്താ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് എൻ്റെ കണ്ണുകൾ നനയാത്തത്? അതെന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന ആ പറച്ചിലുണ്ടാകുന്ന ഗൗരവവും ആത്മാർത്ഥതയും കുറഞ്ഞു പോകുമ്പോഴാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുറേ പറയണ്ട. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റിയാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ നീട്ടിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോണതിനെ കൊണ്ടാണ് ഉള്ളിലേക്ക് തട്ടാത്തത്.
നമ്മളിങ്ങനെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞ് ചെയ്തിട്ടും അറിയാ ചെയ്തിട്ടും പൊരുത്തപ്പെട്ട എന്നെ പഠിച്ചോനെ അല്ലേ, നീ എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ് പൊരുത്ത, അങ്ങനെ ഒരു ട്യൂണിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ ശൈലിക്ക് അപ്പുറത്തേക്ക് ഞാൻ പറയുന്ന വാക്കുകളിൽ എൻ്റെ കാതും കൽബും ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞാൽ അറിഞ്ഞ് ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ട് തരണേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞ് ചെയ്ത തെറ്റ് മനസ്സിൽ വരണം. അറിഞ്ഞ് ചെയ്ത തെറ്റ് മനസ്സിൽ വരാതെ എങ്ങനെയാണ് അറിഞ്ഞ് ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടിരുന്നേ പഠിച്ചോനെ എന്ന് പറയുക? അത് ആരോടാ ചെയ്തത്, എന്താ ചെയ്തത്, എങ്ങനെയാ ചെയ്തത്, ഏത് സന്ദർഭത്തിലാണ് ചെയ്തത്, ഇതൊക്കെ വരണം. അതാണ് നേരത്തെ പറഞ്ഞത്. അതെല്ലാം വരാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല, പക്ഷേ അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. എനിക്ക് അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഏതാണ്, അത് സെലക്ട് ചെയ്തത് അത് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയിട്ട് ഈ റമളാനെ മാറ്റിവെക്കുമ്പോൾ അത് തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും മാസമായിട്ട് മാറണം. അതിന് ഇതിനേക്കാൾ സുന്ദര സമയം കിട്ടൂല. നമ്മൾ നോമ്പ് എല്ലാത്ത സമയത്ത് ഇരുന്നൊക്കെ തിരക്കായിരിക്കും. ഞാൻ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ നോമ്പ് കഴിഞ്ഞാലും എന്താ പ്രാർത്ഥിക്കാത്തത് ഇരിക്കാൻ പറ്റാതെ ചോദിച്ചപ്പോൾ ഒരു താത്ത പറഞ്ഞത്, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കല്യാണവും വീട്ടുകൂടലും സൽക്കാരും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഇല്ലാത്തൊരു മാസമാണെന്നും കൂടി ഇതിനർത്ഥമുണ്ട്. നമ്മുടെ തിരക്കുകളിലേക്ക് പോകുന്ന കുറേ കാര്യങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു മാസമാണ് റമളാൻ. നമ്മൾ തിരിച്ചറിയണം. നമ്മളതിന് മാനസികമായിട്ട് നമ്മളത് ഷെഡ്യൂൾഡ് ആയിരിക്കും. അത് നമ്മൾ നിസ്കാരം നോക്കിയാൽ മതി. നമ്മുടെ ആരാധന എടുത്ത് നോക്കും. നിങ്ങൾ നോമ്പിന് ളുഹർ നിസ്കാരം പെണ്ണുങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും മനസ്സിലാവും. നോമ്പാകുമ്പോഴത്തേക്ക് നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും. എനിക്ക് കുറേ ആൾക്കാർ ചോദിച്ചു, നിസ്കരിക്കാത്ത മനുഷ്യന് പോലും ഒരു 12:30 ആകുമ്പോഴത്തേക്ക് എടാ ളുഹർ ബാങ്ക് കൊടുത്തോ, ളുഹർ ആയോ, എപ്പോഴാന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അസറിൻ്റെ സമയവും മഗ്രിബിൻ്റെ സമയവും ഒക്കെ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന സമയമുണ്ട്. പക്ഷെ നോമ്പ് കഴിഞ്ഞാൽ ഈ സമയത്തെക്കുറിച്ച് എത്ര ആൾക്കാർ ചോദിക്കാറുണ്ട്? നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ളുഹർ എന്ന് പറഞ്ഞാൽ അസർ വരെ ഉണ്ട് എന്നാ. അപ്പം അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ നോമ്പിന് അങ്ങനെയല്ല. നോമ്പിന് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് പണി തീർത്ത് മുസല്ലയിലെത്തിയില്ലേ, കുളിച്ചു മാറ്റി പണിയൊക്കെ തീർത്ത് നമുക്ക് മുസല്ലയിലെത്തണം. മാത്രമല്ല ഖത്തം തീർക്കുകയാണെങ്കിൽ നമ്മൾ 5 പേജൊക്കെ കണക്കാക്കിയിട്ടാണ് എന്താ ചെയ്യുക, ളുഹറിന് ശേഷം 5 ഓതണം. അപ്പോൾ ആ പള്ളിയിൽ പോയാലൊക്കെ നമുക്ക് ഓതാൻ പറ്റുന്നൊക്കെ ഷെഡ്യൂൾഡ് പാക്കായിട്ടാണ് എന്താ ചെയ്യുക നമ്മൾ നോമ്പിന് പോവുക. പക്ഷെ ആ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നേരെ ഉൾട്ടായിട്ട് പോകുന്നുള്ളതും സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ രണ്ടാമത്തത് ഇസ്തിഗ്ഫാറിൻ്റെ, നമുക്ക് അള്ളാഹിനോട് പറയാൻ പറ്റണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികൾ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടേ അള്ളാഹുവിന് ഇഷ്ടം പോലെ സമയമുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ. ആയത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി അള്ളാഹ് റെഡിയാ. ലൈലത്തുൽ ഖദ്റൊക്കെ പഠിപ്പിച്ചു തന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിച്ചു, ഞാൻ തരാ, ഞാൻ സന്നദ്ധനായിട്ടിരിക്കുകയല്ലേ. അത്രയും ഒഴിഞ്ഞിരിക്കുന്ന ഒരു പടച്ചോൻ പരിചയപ്പെടുത്തി വരുമ്പോൾ നമുക്കാ തിരക്ക്. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓടുകയാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കുകയാണെന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള റൂട്ടിലൊരു പ്രാർത്ഥന ഉണ്ടാവും. അതിൽ എന്നും പറയുന്ന ഒരു 5-6 കാര്യങ്ങൾ മാത്രം. എന്നും ഈ 5-6 കാര്യമാണ് ഒരു മനുഷ്യന് പറയാനുണ്ടാവുക. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് അള്ളാഹിനോട് സംസാരിക്കാനുണ്ടാവുക. നമ്മൾ ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ടല്ലേ, ഫോൺ ചെയ്തിട്ടൊക്കെ പറയും, എടാ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ചിലത് നമ്മൾ പറയും ഫോണിലൊന്നും പറഞ്ഞാൽ റെഡിയാവും, നമുക്ക് നേരിട്ട് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് 1 മണിക്കൂറും 2 മണിക്കൂറും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സ്വസ്ഥമായി ആശ്വാസത്തിൽ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സങ്കടങ്ങൾ ഫോൺ ചെയ്തിട്ട് 3-4 മണിക്കൂർ പറയുന്ന ഉമ്മ മക്കളോടും മക്കൾ ഉമ്മാനോടൊക്കെ പറയുന്ന വളരെ നീണ്ടു നിൽക്കുന്ന സമയലേ അത്രയും സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്തേ? തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, തനിക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്ന, തനിക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും നൽകിയിട്ടുള്ള പടച്ചോനോട് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ മടുപ്പ് വരണേ. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് പോകുമ്പോൾ എന്തേ ചടപ്പ് വരുന്നത്? ആ 10 മിനിറ്റ് എന്തുകൊണ്ടാ പടച്ചോനോട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ അതേ തെറ്റിൻ്റെ ഫീലോട് കൂടിയിട്ട് പറയാൻ പറ്റാതിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെന്ത് ചെയ്യാണ്, ഇതൊക്കെ ഇപ്പം എന്താ അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചൊക്കെ അങ്ങോട്ട് പോവുക. അത് അല്ലാണ്ട് കേൾക്കുന്നൊരു കൺസെപ്റ്റിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അതെ, അത് ഭയങ്കര സംഭവം. അള്ളാഹിനോട് നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റണം. അത് നോമ്പിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പറ്റുള്ളൂ. നോമ്പിന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അത് ഇസ്തിഗ്ഫാർ. സമയം ഇല്ലാത്ത പെട്ടെന്ന് പറഞ്ഞു പോവാം. 4-മത്തത് ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ അതിന് നമ്മൾ സമയം കൂടി കണ്ടെത്തണം. ഇപ്പം നമ്മളല്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ തന്നെ ആലോചിക്കുക, നോമ്പിന് നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള സമയം എപ്പോഴാണ്? അത് ഏത് നിസ്കാരത്തിന് ശേഷം ആയിക്കോട്ടെ, നിസ്കാരത്തിന് ശേഷം ആവണമെന്നില്ല. എപ്പോഴാണോ നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുന്നത്, അത് എന്നും വേണമെന്നും പറയുന്നില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ പ്രാർത്ഥനയ്ക്ക്
ഏത് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അല്ല ഞാൻ വീണ്ടും പറയാണ്, കുറേ നിങ്ങൾ പറയണ്ട, നമ്മൾ പറയണ്ട, കുറേ കാര്യങ്ങൾ പറയണ്ട. പക്ഷെ 1, 2, 3 പറഞ്ഞാൽ അത് സമയം എടുത്ത് പറഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മളെ കണ്ണ് നനയും, നമുക്കൊരു സങ്കടം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ നമ്മൾ എവിടെ പോകുമ്പോൾ ആ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിൽ കൊണ്ടിട്ടുള്ളൊരു തെറ്റ്, അത് ഓപ്പോസിറ്റ് മനസ്സിലാവും കേട്ടോ. നിങ്ങളോട് വേണ്ടാത്തൊരു വാക്ക്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളൊരു വാക്ക് പറഞ്ഞെന്ന് വിചാരിക്കുക, നമ്മളെ ഉള്ളിൽ കണ്ട് കൊള്ളുക. ആ കൊണ്ട വാക്കുണ്ടല്ലോ, പിന്നെ എപ്പോൾ ആ മനുഷ്യനെ കാണുകയാണെങ്കിലും നമ്മളെ മനസ്സിലുണ്ടാവും അവൻ അന്ന് പറഞ്ഞത്, അത് ഇപ്പോഴും ഞാൻ മറന്നില്ല എന്ന് പറയും. ചില കാര്യങ്ങൾ, ചില അടയാളങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ തികറ്റിയിട്ടുണ്ടാവും. ഇതേപോലെ കുറ്റബോധങ്ങൾ വരാൻ പറ്റണം, സങ്കടങ്ങൾ വരാൻ പറ്റണം. അത് ഞാൻ പറഞ്ഞല്ലോ, വലിയ തെറ്റുകളൊന്നും ആയിരിക്കൂല. ഉദാഹരണം, ബോധം ഉണ്ടായിട്ട് വെറുതെ കളിച്ചിരുന്നിട്ട് നിസ്കരിക്കാൻ ജമാഅത്തിന് പോയില്ല, അത് തെറ്റെന്നാ അല്ലേ? അത് തെറ്റാന്നൊരു ഫീലിംഗ് വരണം. പഠിച്ചോനെ അന്ന് ഞാൻ, അതൊരു വലിയ തെറ്റില്ലാത്ത ആളുകൾ കേട്ടോ, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരാളില്ലേ, എനിക്ക് ആളോട് അസൂയ ഉണ്ടായതുകൊണ്ട് ഞാൻ അവരോട് ചിരിച്ചില്ല, പുഞ്ചിരിച്ചില്ല, കണ്ടപ്പോൾ പുഞ്ചിരിച്ചില്ല, അത് തെറ്റെന്നാണ്. കാരണം എന്താ, എനിക്ക് അറിയാം ചിരിക്കണം, പുഞ്ചിരിക്കണം എന്നറിയാം, പക്ഷെ ആ സമയത്ത് ചിരിച്ചില്ല, അത് തെറ്റെന്നാ. അങ്ങനത്തെ തെറ്റ് പോലും ഓർത്തെടുത്തിട്ട് നമ്മൾ ഓർമ്മയിലുള്ള നമുക്ക് അള്ളാനോട് കേട് പറയാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഉണ്ടാവും, മനുഷ്യനാണ്, മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ കാരണമൊക്കെ ഒരുപാട് ഹൃദയങ്ങൾ മുറിഞ്ഞ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ തമാശക്ക് പറഞ്ഞ ചില വാക്കുകൾ കൊണ്ടൊക്കെ ഉള്ളിൽ മുറിവേറ്റിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. നമ്മുടെ അവഗണന കൊണ്ട് അല്ലേ സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. ആരാധന വിഷയത്തിലൊക്കെ ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക. അടുത്തത് ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. അത് ഞാൻ വീണ്ടും പറയാണ്, സാധാരണ റമളാൻ ആകുമ്പോഴാണ് ഖുർആനുകൾ വരിക. പള്ളിയിൽ പുതിയ ഖുർആൻ വരും, വീട്ടിലെ ഖുർആനുകളൊക്കെ അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒന്ന് പൊടി തട്ടി എടുക്കുന്നൊക്കെ കുറേ. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, എന്നാലും നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടി മനസ്സിലാക്കണം. ആ സമയത്ത് ഖുർആൻ ചോദിക്കലും പുതിയ മുസാഫ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വിചാരം നോമ്പിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ അല്ലേ, ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമളാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. നമ്മൾ ഈ ഖുർആൻ്റെ ആളാണ്, ഖുർആൻ്റെ ആളാണെന്ന് പറയുമ്പോഴും ഖുർആൻ്റെ കൂടെ നമ്മളുണ്ടോ അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പോയതുകൊണ്ട് ഖുർആൻ്റെ ആളാവില്ല, ഖുർആൻ ഇങ്ങനെ കേട്ടതുകൊണ്ട് ഖുർആൻ്റെ ആളാവില്ല. ഖുർആനെ കുറിച്ച് ചിന്തിച്ച് ഖുർആൻ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഒരു നസീഹത്താണ്. നമ്മളോട് പറയാം, നമ്മൾ ഓക്കെ ആയിട്ടൊന്നുമല്ല, പക്ഷെ നമ്മളോട് തന്നെ പറയുകയാണെന്ത്, നമ്മൾ എത്രത്തോളം അതുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇപ്പം നോമ്പാണ് സമയത്ത് ഖത്തം തീർക്കുന്നുണ്ടാവും അല്ലേ? ആലോചിച്ച് നോക്ക്. ആത്മാർത്ഥമായിട്ട് ചോദിക്കാണ്, നമ്മളെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഏതായത്താണുള്ളത്? ഞാൻ നേരത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. നോമ്പല്ലാത്ത സമയത്ത് ഓതുന്ന കുറേ ആൾക്കാരുണ്ട്. നോമ്പിന് എന്തായാലും ഖത്തം തീർക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? 1, 2 തവണ ഖത്തം തീർക്കുന്ന, 3 പ്രാവശ്യമൊക്കെ ഖത്തം തീർത്തു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഒരു തവണയൊക്കെ ഓൾമോസ്റ്റ് 80% ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, ഖത്തം തീർക്കാൻ. അത്യാവശ്യം ബോധമുള്ള 80% ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, ഖത്തം തീർക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെക്കാട്ടി കൂടുതൽ നോമ്പ് വെൽക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മളെങ്കിൽ, 20 വർഷത്തിൽ കൂടുതൽ നോമ്പ് വെൽക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോധം വന്നതിന് ശേഷം, അപ്പോൾ 20 വർഷം നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടാവും. ഈ 20 വർഷം ഖുർആൻ ഓതിയിട്ടും ഒരു ആയത്ത് പോലും എന്നെ സ്വാധീനിച്ചിട്ടില്ല, ഒരായത്ത് പോലും എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു പരാജയപ്പെട്ട മനുഷ്യനായിരിക്കും. അതുമാത്രമല്ല, 20 വർഷവും ഖുർആനിലെ എല്ലാ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിച്ചിട്ട് ഒരാൾക്ക് ആ മനുഷ്യൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കാൻ പറ്റുന്നില്ല, വിശ്വാസത്തെ ക്രമീകരിക്കാൻ പറ്റുന്നില്ല, അവനിൽ കുറേ ശീലങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ആ മനുഷ്യന് എന്തിനാണ് ആ ഖുർആൻ പാരായണം ചെയ്തത്? അള്ളാഹ് ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് എന്നുള്ളൊരു ആയത്ത് നമ്മളിങ്ങനെ പാരായണം ചെയ്യണം. 20 വർഷം പാരായണം ചെയ്യുമ്പോൾ 20 തവണ ആ ആയത്ത് പാരായണം ചെയ്തിട്ടുണ്ടാവും. 20 തവണ ആ ആയത്ത് പാരായണം ചെയ്തിട്ടും ക്ഷമിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹ് ചോദിക്കാണ്, എടാ 20 വർഷം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ഈ എന്താ ക്ഷമിക്കാഞ്ഞേ? അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്
20 തവണ അല്ലേ റമദാനിൽ മാത്രമായിട്ട് എടുക്കുന്നത്, വേറെ എടുത്തില്ല. 20 തവണ എന്താ പറയുക ആയത്ത് പാരായണം ചെയ്തിട്ടും അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോട് പരലോകത്ത് വെച്ച് അള്ള പറയാണ്, ഈ ആയത്ത് 20 തവണ ഓതിയിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്താ അള്ളാഹു അല്ലാത്ത അല്ലെങ്കിൽ ഞാനല്ലാത്തല്ലേ ആളെ നീ എന്തിനാ വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ പടച്ചോനെ ഇതിൻ്റെ അർത്ഥം അതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊരു പരാജയപ്പെട്ട മനുഷ്യനായിരിക്കും നമ്മൾ. കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ഖുർആനിൽ വെച്ചാൽ ആ പെണ്ണ് ഖുർആന്റെ ആയത്തുകൾ വായിക്കുന്ന കാലം. യൂട്യൂബിൽ നമുക്കറിയാത്തതാണെങ്കിൽ അറിയാത്തതിൻ്റെ അർത്ഥവും അതെങ്ങനെ പാരായണം ചെയ്യണമെന്നും ഭംഗിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന ഒരു കാലത്ത് നമുക്ക് ആരോട് ചോദിച്ചാലും ആശയങ്ങളെ പറഞ്ഞു തരുന്ന കാലത്ത്, ഇന്നൊരു AI കാലഘട്ടത്തിൽ വന്ന ChatGPT പോലെ അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷനുള്ള കാലത്ത് നമ്മൾ ഒന്നിരിക്കണ്ട, അതിൻ്റെ ആശയങ്ങളും തഫ്സീറുകളും എല്ലാം പറഞ്ഞു തരും. ഖുർആൻ പറയാണ്, എന്താ പറയുന്നറിയോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഭയങ്കര ആയത്താ. ഖുർആനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക്, തീർച്ചയായിട്ടും ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഖുർആൻ എളുപ്പത്തിലാക്കി തന്നിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഈ ആയത്തിനെ ഒന്നുകൂടി കീറി മുറിച്ച് പരിശോധിക്കണം. ഖുർആൻ മനസ്സിലാക്കുന്ന ആൾക്ക് എളുപ്പത്തിലാക്കി തന്നിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? എന്താ? ആലോചിക്കാനും പഠിക്കാനും തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവനക്ക് വായിക്കാനും പഠിക്കാനും ഇങ്ങനെ എളുപ്പമായിട്ട് മാറും. അത് ഓതാനുള്ള എളുപ്പമല്ല, വായിക്കാനുള്ള എളുപ്പമല്ല, അതിൻ്റെ ആശയങ്ങൾ അവൻ ഇങ്ങനെ തെരഞ്ഞു പോകുന്ന മനുഷ്യൻ, ആ തെരഞ്ഞു പോകുമ്പോൾ അവൻക്കതിങ്ങനെ എളുപ്പമാക്കിയിട്ട് എല്ലാ അറിവുകളും അവനക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെന്തെയില്ലാന്നറിയോ, ഖുർആന്റെ വിഷയം വരുമ്പോൾ എന്തേ ഓതാത്തെ, എനിക്ക് ഓതാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓതാത്തെ, നമ്മളവിടെ നിർത്തും. വേറൊരു കാര്യം വരുമ്പോഴോ നമ്മൾ പഠിക്കും. ഉദാഹരണം പറഞ്ഞുതരാം, ഒരു മാതൃഭൂമി പത്രത്തിലോ മലയാള മനോരമ പത്രത്തിലോ ഒരു വാർത്ത വരികയാണ്, നിങ്ങളുടെ റേഷൻ കാർഡ് ഇനിയും പുതുക്കിയിട്ടില്ലേ, നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടം. ഈ വാർത്ത മാത്രമുള്ളൂ, അവ്യക്തമായിട്ടുള്ള വാർത്ത. അതിൻ്റെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നുമില്ല. നമ്മൾ രാവിലെ പത്രം തുറന്ന് വായിക്കാണ്, റേഷൻ കാർഡ് പുതുക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തോ ഒരു സാധനം നിങ്ങളെ പേര് മാറ്റിയിട്ടില്ലെങ്കിലോ നമ്പർ മാറ്റിയിട്ടില്ലെങ്കിലോ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കൂലേ, അപ്പുറത്ത് ചോദിക്കൂലേ, നിങ്ങൾ പത്രത്തിൽ വാർത്ത കണ്ടോ അല്ലേ, എന്താ ഈ വാർത്ത മോനെ, എന്താ എങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരോടും അന്വേഷിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ എവിടെ പോകാൻ പറ്റും, എവിടെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും, അതിനൊരു ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്യും, വരുത്തും. ശരിയല്ലേ? നിങ്ങൾ SIR ഫോം ഫില്ല് ചെയ്തില്ലേ? SIR ഫോം എങ്ങനെ ഫില്ല് ചെയ്ത്? സാധാരണ സ്കൂളിൽ ഒരു അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഫോം ഫില്ല് ചെയ്യുന്ന പോലെയാണ് ഫില്ല് ചെയ്ത്? എങ്ങനെ ഫില്ല് ചെയ്ത്? ഉറപ്പിച്ച് പറയാണ്, പേര് എത്ര പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടുണ്ടാവും, ആധാർ നമ്പർ അല്ലെ മറ്റേ നമ്പറൊക്കെ എത്ര പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്താൽ തെറ്റിപ്പോവോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ അത്യാവശ്യം അറിയുന്നവനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ. എന്തേ ബേജാറ് ദുനിയാവെന്ന് പുറത്താവുള്ള ബേജാറാ. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണോ ഓതുന്നത് അതേപോലെ ഓതിപ്പോവാണ്. അതിലെന്താ പറയുന്നത്, എന്തേലും പറഞ്ഞോട്ടെ, അത് അവ്യക്തമാണെങ്കിൽ വ്യക്തമാക്കണ്ടേ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണ്ടേ. ഇതൊന്നും ചോദിക്കാതെ 30 വർഷവും ഹത്തം തീർത്തു എന്ന്, ഹത്തം തീർക്കുന്ന കൂലുള്ള കാര്യം കേട്ടോ ഞാൻ പറയും, ഹത്തം തീർത്തു എന്ന് മാത്രം പറയുമ്പോൾ അള്ള തിരിച്ചു ചോദിക്കാണ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതൊക്കെ ആണല്ലോ, അതൊന്നും ജീവിതത്തിൽ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചിന്തിച്ചാൽ എളുപ്പമാക്കി തന്നിട്ടുണ്ടല്ലോ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക? നമ്മൾ ആലോചിക്കണം. നമുക്കൊരായത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, ഒരായത്തിൻ്റെ അർത്ഥം പഠിക്കാൻ സമയമില്ല, ഒരായത്ത് പോലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സമയമില്ല എങ്കിൽ പിന്നെ നമ്മൾ കുറേ വേറെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നിട്ട് എന്താ കാര്യമുള്ളത്? കുറേ പാട്ട് കേട്ട്, റീല് കണ്ട്, ഷോർട്സ് കണ്ട്, വീഡിയോ കണ്ട്, വാട്സപ്പിൽ കുറേ ചാറ്റ് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജൊക്കെ അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജും വായിക്കുന്ന ആൾക്കുണ്ട്. അല്ലാ, ഫേസ്ബുക്കിലൊക്കെ ഇട്ട പോസ്റ്റ്, എത്രങ്ങാനും ലെങ്ത്തുള്ള പോസ്റ്റൊക്കെ ഇരുന്ന് വായിക്കുന്ന ചില ഞാൻ പറയില്ല, എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു കത്തി നിൽക്കുന്ന വിഷയമാണെങ്കിൽ എല്ലാ ന്യൂസ് ചാനലിലും വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെന്താ അങ്ങനെ? അതിനെന്നിട്ട് ഒബ്സർവ് ചെയ്ത് താരതമ്യം, ഓൻ്റെ അഭിപ്രായം ഇവൻ്റെ അഭിപ്രായം കമ്പയർ ചെയ്തിട്ട്, അതായത് ദുനിയാവിൻ്റെ കാര്യമായിരിക്കും ചിലപ്പോൾ. എന്നാൽ ഇതേപോലെ ഖുർആൻ കമ്പയർ ചെയ്ത് വായിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ? നമ്മളോട് ചോദിക്കാൻ വേണ്ടി കേട്ടോ, നമ്മൾ വലിയ ഓക്കെ ആയിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ തന്നെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, ഖുർആൻ്റെ ആയത്ത് എത്രത്തോളം ഇത്രയും ഒരു പഠനാത്മകമായിട്ട് വായിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ട്. അത് കുറേ ഒന്നും വേണ്ട. ഈ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിക്കുകയാണ്, പടച്ചോനെ ഈ ഒരു റമളാൻ കഴിയുമ്പോഴത്തേക്ക് ചില ആയത്തുകളെങ്കിലും ഞാൻ അർത്ഥസഹിതം മനസ്സിലാക്കും. ചിലപ്പോൾ കാണാൻ പഠിക്കാൻ കഴിയൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കും. എന്തിനാ അറിയോ?
നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം ഇത് ഇവിടുന്ന് കിട്ടുള്ളൂ. നമ്മൾ വേഗം കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുപോകും അല്ലേ, ആടെ മുമ്പ് നല്ല കൗൺസിലിംഗാണ്, അവിടെ കൊണ്ടുപോവുക. നമ്മൾ ഈ ഖുർആനും സുന്നത്തും ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയാണ്, ആത്മവിശ്വാസം കിട്ടുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോഴാണ് ആ വാക്കിന്റെ ഭയങ്കരമായിട്ടുള്ള മൂല്യം മനസ്സിലാവുക. അള്ളാനെ ഓർക്കുന്ന ഹൃദയത്തിന് സമാധാനവും സുഖവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. ഭയങ്കര ആയത്താ. എനിക്കിപ്പോഴല്ലേ ഞാനല്ലേ ആയത്ത് നമ്മളല്ലേ മനസ്സിൽ സ്പർശിച്ചിട്ടുള്ള ആയത്തുകൾ എന്ന കുറേ ആയത്തുകൾ, അതിൽ ഏറ്റവും സുന്ദരമായിട്ട് നേരത്തെ പറഞ്ഞ അള്ള കൂടെ ഉണ്ടാവുള്ള ധൈര്യം കിട്ടുന്ന ആയത്തുകളിൽ ഒരായത്താണ് മൂസാ നബിയുടെ അനുയായികളും ഇങ്ങനെ ഫിർഔനും അതേപോലെ ചെങ്കടലിന്റെ മുമ്പിൽ കുടുങ്ങി നിൽക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട് സൂറത്തു ശുഅറയിൽ, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. പിടിക്കപ്പെട്ടല്ലോ പറയുന്നുണ്ട്, മൂസയോട് പറയാണ്, സങ്കടം പറയാണ്. കാരണം മുമ്പിൽ ചെങ്കടലാണ്, ബാക്കിൽ ആരാ? ഫിർഔനാണ്. കുടുങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആരാ ഓടിയതൊന്നേ? ഇതാരാ മനസ്സിലാക്കണം? ആരാണ്? മൂസാ നബി വിശ്വസിച്ച ആൾക്കാരാ. മൂസാ നബി വിശ്വസിച്ചു പറഞ്ഞാൽ അള്ളാഹ് വിശ്വസിച്ച ആൾക്കാരാണ്. അള്ളാഹ് വിശ്വസിച്ച് ഫിർഔനൊക്കെ അവിശ്വസിച്ച് ഓടി വന്നിട്ട് ഒരു ചെങ്കടലും ബാക്കിൽ ഫിർഔനും കാണുമ്പോഴത്തേക്ക് ഈമാനൊന്ന് സ്റ്റക്കായി പോവാണ്. അപ്പൊ മൂസാ നബിയുടെ വാക്ക് അടുത്ത വാക്കിൽ പറയുന്നുണ്ട്, ഖാലക്കല്ലാ ഇന്ന മഅയ റബ്ബി. കല്ലാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ? ഇപ്പൊ നമ്മളിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ ഒരാൾ ഓടി വന്നിട്ട് ഒരാളൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഞാൻ റെഡിയാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമായി. അടുത്തത് എങ്ങനെ റെഡിയാക്കിയെന്ന് പിന്നെ ചോദിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, റെഡിയാക്കിയുള്ള ഒരു വാക്ക് കിട്ടിക്കണല്ലോ, ആ ഒരു ധൈര്യമാണ്. ഇവിടെ ചെങ്കടലെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക, ഫിർഔനെ എങ്ങനെ രക്ഷപ്പെടുത്താണ് മൂസാ നബിക്ക് അറിയൂല. പക്ഷെ മൂസാ നബി പറഞ്ഞത് കല്ല, ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്നെ റബ്ബ് സഹായിക്കും. മൂസാ നബിക്ക് അറിയില്ല എങ്ങനെ സഹായിക്കുക, ചെങ്കടൽ പിളരുമെന്നോ എങ്ങനെ സഹായിക്കാന്നൊന്നും മൂസാ നബിക്ക് അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, കാരണം ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരവുകളെയില്ലേ അള്ളാന്റെ റസൂൽ എന്താ പറയാ മൂസാ നബിയുമായിട്ട് അള്ളാഹ് സംസാരിച്ച് ആ വടി എറിയുന്ന രംഗമൊക്കെ പറഞ്ഞ് ദിഹബില ഫിർഔന ഇന്നഹു തുആന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആത്മധൈര്യം ആർക്കുണ്ട്? മൂസാ നബിക്കുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും റബ്ബ് കൂടെ ഉണ്ടുള്ള വല്ലാത്തൊരു ധൈര്യം ഇത് ഖുർആനിൽ കിട്ടുകയാണ്. ഖുർആൻ പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രയാസം വരുമ്പോൾ ചില ആയത്തുകൾ നമ്മൾ തന്നെ മോട്ടിവേഷൻ കൊടുക്കുക. നമ്മൾ പൈസ കൊടുത്ത് കൗൺസിലിങ്ങിനും പൈസ കൊടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല. ഒരൊറ്റ ആയത്ത് കൊണ്ട് എൻ്റെ ചില എന്താ പറയുക, നമ്മളിങ്ങനെ മനസ്സിങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. കുറേ ആയത്തുകളുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഭയങ്കര ആയത്താണ്. ഏതൊരു പ്രയാസത്തോടൊപ്പവും ഞെരുക്കത്തോടൊപ്പവും ഒരു എളുപ്പമുണ്ട് എന്നുള്ളൊരായത്ത്. നോക്ക്, അക്ബർ ചക്രവർത്തി ബീർബലിനോട് എഴുതി വെക്കാൻ പറയുന്ന ഒരു വാചകം നമ്മൾ കുറെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് പ്രത്യേകത എന്താണ്? സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ വായിക്കുമ്പോൾ സങ്കടവും, സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ വായിക്കുമ്പോൾ സന്തോഷം എന്ത് ചെയ്യണം? പ്രദാനം ചെയ്യുന്ന വാക്കുകളാണ് അത്. ബീർബൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, ഈ സമയവും കടന്നു പോകും. സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ വായിക്കാണ്, ഈ സമയം കടന്നു പോകും. അവൻ്റെ മനസ്സിലുണ്ടാവുക ഈ സങ്കടം എപ്പോഴൊന്നും ഉണ്ടാവില്ല, അതങ്ങോട്ട് മായ്ഞ്ഞു പോകാനുള്ളതാണ്, സന്തോഷം വരാനുള്ളതാണ്. സന്തോഷം നിൽക്കുന്ന മനുഷ്യന് ഈ വാചകം വായിക്കാണ്, ഈ സമയവും കടന്നു പോകും, സന്തോഷവും ഈ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവില്ല, ജീവിതത്തിൽ സങ്കടം വരാനുണ്ടെന്ന്. ഇതാ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് പറയുന്നത്. പഠിച്ചോന്ന് പ്രയാസം ഉണ്ടാകുമ്പോൾ എളുപ്പമുണ്ടാവും. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കിട്ടും. ഞാൻ ഖുർആന്റെ വിഷയത്തിലേക്ക് കൂടുതൽ പോകണില്ല. ഞാൻ പറഞ്ഞത് ഇതേപോലെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരായത്ത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ ആശയം ഉള്ളിൽ വേണം. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, മൗലവിയെ ഭയങ്കര മനസ്സിങ്ങനെ തണുത്ത് കിടക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം പറഞ്ഞേരി, ഒരു ചരിത്രം പറഞ്ഞല്ലേ, ഒരു ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ തരീന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇസ്ലാമിക മോട്ടിവേഷൻ നമ്മൾ തന്നെ. നമ്മൾ 30 വർഷം ഖുർആൻ ഓതിയിട്ട് ഒരായത്ത് പോലും എനിക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ആയത്തായിട്ട് പറയാനില്ല എങ്കിൽ ഭയങ്കര അപകടമല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ റമദാനിൽ സെലക്റ്റീവായിട്ടുള്ള ആയത്തുകൾ അല്ലേ, നമ്മൾ ആലുംബ്രാനൊക്കെ പഠിച്ച ലാസ്റ്റിലേക്ക് പ്രാർത്ഥനകൾ മാത്രം വരുന്നതുണ്ട്, അല്ലെങ്കിൽ ഇബാദുർ റഹ്മാന്റെ ആയത്തുകൾ. അപ്പോൾ സത്യവിശ്വാസിക്ക് തന്നെ ആ ക്വാളിറ്റീസ് മാത്രം പഠിക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം വരും. പഠിച്ചോനെ ഇതൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കണക്ഷനെങ്കിലും വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആയത്തുകളിൽ എന്ത് ചെയ്യാൻ പറ്റണം? ആയത്തുകളിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്കൊരു ആത്മവിശ്വാസം വേണം. എന്തിനാ കുറേ, ഞാൻ പറഞ്ഞ കുറേ ഒന്നും വേണ്ട, ഒരു സെലക്റ്റീവായിട്ട് പഠിക്കാം. സ്വഭാവ വിഷയങ്ങളിൽ വരുന്ന കുറച്ച് ആയത്ത്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിശ്വാസ രംഗത്ത് വരുന്ന കുറച്ച് ആയത്ത്. എന്തിനാ അറിയോ? എപ്പോഴെങ്കിലുമൊക്കെ വിശ്വാസപരമായിട്ട് എവിടെയെങ്കിലും വൈകല്യം മുമ്പ് ഈ ആയത്ത് ഉള്ളിന്ന് വരുത്. അതുകൊണ്ടാണ് ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുടെ ചരിത്രമല്ലേ,
നമ്മൾ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവിടെ ഇത്തഖുല്ലാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തഖുല്ലാ എന്നിട്ട് വരികയാണ്. ഒരാൾ പറയുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് വരിക. വിശ്വാസയുടെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു കൊടുത്ത് സൂറത്തുൽ അൻഫാലിലെ ഒന്നും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിന് വിറച്ചിലുണ്ടാവുന്ന. അപ്പം അള്ളാഹിനെ കുറിച്ച് ഓർക്കണമെങ്കിൽ ഹൃദയത്തിൽ ആദ്യം അള്ള വേണം. അല്ല ഒരാൾക്ക് ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഓർമ്മയിൽ നിന്ന് വഴിതെറ്റി പോകുന്നുണ്ടാവും. എപ്പോഴൊക്കെയാണോ ഓർക്കാൻ പറ്റുന്നത് ആ ഓർമ്മകൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തെറ്റിൽ നിന്ന് പിന്മാറുന്ന മനുഷ്യനായിട്ട് മാറും. ഈ ആയത്ത് കയ്യിൽ വേണം. നമ്മളിങ്ങനെ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ നല്ല കോഡ്സൊക്കെ സ്റ്റാറ്റസ് ഇടും അല്ലേ, അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആയത്തിടുമ്പോൾ ഇപ്പോഴും ഒരു ശക്കാണല്ലോ. ആയത്തിട്ടപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക, ആയത്തൊക്കെ ഇട്ട എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, ഓഫീസിലുള്ള ഇവരെന്താ വിചാരിക്കുക. നമുക്കിപ്പോഴും ഒരു ആയത്ത് ഒരാൾക്ക് മുമ്പിൽ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ എപ്പോഴും മടിയാണ്. ഖുർആൻ്റെ ആയത്തല്ലേ, ധൈര്യത്തിൽ പറഞ്ഞൂടെ, അതിലെവിടെ സംശയം ഉണ്ടാവുക. പക്ഷെ നമുക്കിപ്പോഴും പേടിയാണ്, ഒരാൾ മുമ്പിൽ പറയാനും പേടിയാണ്, സ്റ്റാറ്റസ് ഇടാൻ പേടിയാണ്, ഓതാൻ തന്നെ പേടിയല്ലേ. നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചാൽ കുടുങ്ങൂ, എത്ര ഹിഫ്ളുണ്ടെന്ന് ചോദിച്ചാലോ. നമ്മളെ പള്ളിയിലൊക്കെ വരുമ്പോൾ എങ്ങനെയാ, ഇമാമ് നാട്ടിൽ പോയാൽ പിന്നെ സ്ഥിരമായിട്ട് റവാത്തിബ് സുന്നത്തൊക്കെ നിസ്കരിക്കണം നേരം വൈകിട്ടാണ് വരിക. കാരണം ഓനെ പിടിച്ച് ഇമാമാക്കും പേടിയാ. ഒരു സെബിസ്മേ ഒരു അമ്മയത്തെ സാവിലിനൊക്കെ ഓതാൻ അറിയാതെ നേരത്തെ പറഞ്ഞ 30 വർഷം റമദാൻ മാസം കഴിഞ്ഞു പോയിട്ടും ഒരു ഇമാമുക്കാനുള്ള സൂറത്ത് കാണാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ 10 പാട്ട് പഠിച്ചിട്ട് എന്താ കാര്യം? വേറെ കുറേ ആൾക്കാരുടെ പേര് കാണാതെ അറിയാം അല്ലേ. രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിൽ എല്ലാ ആൾക്കാരുടെ പേരും അറിയാം. 25 പ്രവാചകന്മാരുടെ പേര് അറിയാൻ പറഞ്ഞാൽ അറിയില്ല. നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം അറിയാതെ ദുനിയാവിൽ വേണ്ട കാര്യങ്ങൾ കുറേ കാണാതെ പഠിച്ചും കുത്തിയിരുന്ന് പഠിച്ചും മനസ്സിലാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ എന്താ കാര്യമുണ്ട് മീൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടൊരു കുറ്റബോധം നമുക്ക് വേണ്ടേ. ഞാൻ ഖുർആൻ്റെ വിഷയത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉത്തമത്. നമ്മൾ ഖുർആൻ പഠിക്കുന്നത് മെല്ലെ പോവാ. ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ നമ്മൾ പറയല്ലേ, ഒഴിവില്ല, തിരക്കുണ്ട്. എന്താ തിരക്ക്? ആ ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോകാണ്ട്. എന്നും ഫാമിലി ആയിട്ട് പുറത്തു പോവാ, എപ്പോഴും ഫാമിലി ആയിട്ട് പുറത്തു പോവാ. വേറെ എന്തെങ്കിലും വിളിക്കുക, എല്ലാത്തിനും ഒളിച്ചോടാണ്. ഒളിച്ചോടിക്കോ, ഒരു കുഴപ്പമില്ല. ഈ ഒളിച്ചോടുന്ന ആരാണോ വിളിക്കുന്നത് ഓൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ പറ്റും. ഫഅയ്നതദ് ഹബൂൻ, നമ്മളെങ്ങോട്ടാണ് അള്ളാൻ്റെ മുമ്പ് ഒളിച്ചോടുന്നത്? എങ്ങോട്ടാ? പറ്റൂല. അപ്പം ഈ ഒരു ബോധത്തിലേക്ക് ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം ഈ റമദാനിൽ നമുക്ക് വേണം. അത് ഞാൻ പറയല്ലോ, അത്തായത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അർത്ഥം പഠിക്കാൻ സമയം. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ആലോചിക്കുക, നമുക്ക് എപ്പോഴാണ് 2 ആയത്തോ 3 ആയത്തോ അർത്ഥസഹിതം ഓതാൻ പറ്റുന്ന സമയം? അത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഖത്തം തീർക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മളോരോ നമസ്കാരത്തിന് ശേഷം 5 പേജ് കണക്കാക്കിയിട്ടാണ് സാധാരണ ഖത്തം തീർക്കുക. ചില ആൾക്കാർ അല്ലേ, നോർമലി അങ്ങനെയാണ്. അപ്പോൾ ഒരു 20 പേജ്, അപ്പോൾ ഒരു ജുസ് ആയി, അങ്ങനെ 30 ദിവസം, അങ്ങനെ അല്ലെങ്കിൽ ഒരു 6 പേജൊക്കെ കണക്കാക്കിയിട്ടാണ് സാധാരണ ഖത്തം തീർക്കുക. അപ്പോൾ നിസ്കാര ശേഷം നമുക്ക് അർത്ഥസഹിതം വായിക്കൽ ചിലപ്പോൾ നമ്മുടെ ഷെഡ്യൂളിൽ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയെങ്കിൽ അത്താഴം കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിലൊരു 20 മിനിറ്റൊക്കെ എന്തുണ്ടാവും, നോർമൽ ഉണ്ടാവും. ഒരു 15 മിനിറ്റെങ്കിലും ചിലപ്പോൾ സുബൈയിലേക്കൊക്കെ സാധാരണ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ കണക്ക് വെച്ച് പറയാണ്. ആ സമയത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അർത്ഥസഹിതം വായിക്കാൻ വേണ്ടിയിട്ട് എന്നും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചെയ്യാത്ത ആളുകൾ, തുടങ്ങാത്ത ആളുകൾ. അങ്ങനെ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. ഖുർആനുമായിട്ടുള്ള ചരിത്രവും ഖുർആനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തും. പടച്ചവനെ കുറിച്ചൊരു ബോധം അവിടെ തന്നെ വരും. അത് അല്ലാഹ് ഉണ്ടാക്കി തരും. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ഫദ്കുറൂനി അദ്കുറുക്കും. ഭയങ്കര ആയത്താ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞങ്ങൾ ഓർക്കുന്ന. അള്ളാഹനെ എപ്പോഴൊക്കെ ഓർക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹ് നിങ്ങളെ ഓർക്കും. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. തെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ സമയത്ത് ഒരാൾ പറയാണ്, നിങ്ങളിപ്പോൾ എന്താ ഇവിടെ? അവർ ചോദ്യമാണ്, നിങ്ങളിപ്പോൾ എന്താ ഇവിടെ എന്നുള്ള ചോദ്യം. നിങ്ങളവിടെ കാണാൻ പറ്റൂല എന്നാ. നിങ്ങളവിടെ കാണാൻ പറ്റൂല എന്നുള്ളൊരു ചുറ്റുപാട് അള്ളാഹ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ തന്നെ വരും, അടാ അത് വേണ്ട, അത് മോശമാണ്. ഇത് പടച്ചോനെ ഓർക്കുമ്പോൾ പടച്ചോൻ തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും. നമ്മൾ അന്ന് അകന്നു കഴിഞ്ഞാണ്ടോ അത് നമ്മൾ തന്നെ പറയല്ലേ, ചില മോശമായിട്ടുള്ള ഒരാൾ നന്നായാൽ ഈയോ ഓനാണോ പറഞ്ഞ്, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം നമ്മൾ നല്ലതാണെങ്കിൽ സൊസൈറ്റി, സമൂഹത്തിൽ നമുക്ക് ചുറ്റുപാടിലൊക്കെ നല്ലതായിരിക്കും. നമ്മളെ കാണുന്നത് കേൾക്കുന്നത് വേണ്ടാത്തൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോവും. അത് പടച്ചൊരു സംരക്ഷണം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പിശാചിനോട് വരെ അള്ളാഹ് പറഞ്ഞല്ലേ, എന്നെ വിശ്വസിച്ച് നടക്കുന്ന ഒരാൾ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അത് അള്ളാഹ് പറഞ്ഞതാ. അത് അള്ളാഹ് കറക്റ്റ് എന്ത് ചെയ്യും, പാലിക്കും. അപ്പം അത് ഖുർആനുമായിട്ടുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. അത് വലിയ തന്നെ വിഷയമാണ്. നമ്മൾ ഖുർആനുമായിട്ടുള്ള അത്രത്തോളം ബന്ധമുണ്ട്. ഞാൻ അവസാനത്തെ പോയിന്റിലേക്ക് എത്തി, ദീർഘിപ്പിക്കുന്നില്ല.